തിരുവനന്തപുരം ശ്രീകാര്യം ലയോള സ്കൂളിനൊക്കെ അടുത്തായിട്ട് നിങ്ങൾ പ്രോപ്പർട്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വീട് വിൽപ്പനയ്ക്കുള്ളതാണ്. നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് ശ്രീകാര്യത്ത് നിന്ന് വരുമ്പോൾ ലയോള സ്കൂളൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നിലേക്ക് വരുമ്പോൾ വലത്തോട്ട് പറയംകോണം ലൈൻ എന്ന് പറഞ്ഞ ലൈനുണ്ട്. അതിനകത്ത് 450 മീറ്റർ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ലെഫ്റ്റിലേക്ക് കാണുന്ന ഈ ഒരു റോഡ് കയറി വന്നാൽ നമ്മുടെ പ്രോപ്പർട്ടിയായി. ഈ പ്രോപ്പർട്ടിയുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് താഴത്തെ നിലയ്ക്കും മേളത്തെ നിലയിലും ഈ വഴിയിൽ നിന്ന് തന്നെ ആക്സസ് ഉണ്ട്. ഇതിങ്ങനെ കയറിയിട്ട് അവിടെ നിന്ന് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറാം, ഇവിടെ കൂടെ നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലേക്ക് കയറാം. ഇനി അതെല്ലാം മൊത്തത്തിൽ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ 4 ബെഡ്റൂം വീടായിട്ട് തന്നെ ഉപയോഗിക്കാം. 4 സെൻറ്റിൽ ഏകദേശം 2100 സ്ക്വയർ ഫീറ്റിന് മേളിലേക്ക് വരുന്ന രീതിയിലാണ് ബിൽഡിംഗ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെയാണ് നമ്മുടെ മുറ്റം വരുന്നത്. 2 വണ്ടികൾ നമുക്കിവിടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടും. ഇവിടെയാണ് ഈ കവേർഡ് ആയിട്ടുള്ളൊരു കാർ പാർക്കിംഗ് സ്പേസും ഉണ്ട്. നമ്മുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഇവിടെ ഒരു കോമൺ സ്പേസ് ആണ്, അതായത് ഒരു ലിവിങ് ഏരിയ വരും. അവിടെ നമ്മുടെ TV യൂണിറ്റൊക്കെ സെറ്റ് ചെയ്യാവുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് നമ്മുടെ ഡൈനിങ് സ്പേസ് വരും. ഇവിടെയാണ് നമ്മുടെ കിച്ചണിലേക്ക് വരുമ്പോൾ ഇതുപോലെ അടച്ചൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് കാണാം. ഇത് നമ്മുടെ ചെറിയൊരു വർക്ക് ഏരിയയാണ്. ശരിക്കും അവിടെ നിന്ന് ആ വഴിയിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള ഒരു പാത്ത് വേ ചെയ്തപ്പോൾ ആ സ്പേസിൻ്റെ അടിയിലാക്കി ഇതുപോലൊരു വർക്ക് ഏരിയയും ചെയ്തെടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള 4 ബെഡ്റൂംസാണ് വരുന്നത്. താഴത്തെ നിലയിൽ 2, മേളത്തെ നിലയിൽ 2, ആ രീതിയിലാണ് വരുന്നത്. റൂമുകളിലെല്ലാം ഇതുപോലെ കബോർഡ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. ബാത്റൂമിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് ഒക്കെ വരുന്നത് സെറയുടെ ഫിറ്റിങ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ കോമൺ സ്പേസിൽ നിന്ന് തന്നെ അടുത്തൊരു ബെഡ്റൂമിലേക്ക് എൻട്രൻസ് വരും. റൂമുകളിൽ 2 റൂമുകളിൽ AC ഇതുപോലെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നത് പോലെ കബോർഡ്, അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ നമുക്കിത് ഈ രീതിയിൽ സ്റ്റെയർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ 2 വാതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല കട്ടിയുള്ള തടിയിൽ 2 വാതിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ നില ഇതിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനെ ഒന്ന് ക്ലോസ് ചെയ്താൽ മാത്രം മതിയാവും. ഇതിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. മേളിൽ കയറി വരുമ്പോൾ ഇതുപോലൊരു കോമൺ സ്പേസും താഴത്തെ നിലയിൽ കണ്ട സെയിം ലേഔട്ടിലുള്ള 2 ബെഡ്റൂംസാണ് വരുന്നത്. 2 അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ളതാണ്. ഈ ഭാഗത്തായിട്ടൊരു ബെഡ്റൂം, ഇവിടെ ആയിട്ടൊരു ബെഡ്റൂം. ഒരു താമസം മാറിയപ്പോൾ സാധനങ്ങളൊക്കെ മാറ്റി ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ. ബെഡ്റൂമിൻ്റെ എല്ലാം ലേഔട്ട് സെയിം ആണ്. ഒരു ഡിഫറൻസ് വരുന്നത് ഈ ബെഡ്റൂമിനാണെങ്കിൽ നമുക്ക് ഇവിടെ ആയിട്ട് ഒരു ബാൽക്കണി സ്പേസും കൂടെ വരുന്നുണ്ട്. നമുക്ക് ഈ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഒരു എൻട്രൻസ് കൂടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ താഴത്തെ വഴി ഇങ്ങനെ മേളിലോട്ട് കയറി വരുന്നത് കൊണ്ട് തന്നെ ആ വഴി ഇങ്ങനെ മേളിലോട്ട് വരുമ്പോൾ അവിടെ നിന്ന് തന്നെ നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് എൻട്രൻസ് വരും. അപ്പോൾ ആ രീതിയിൽ ഇവിടെ ഒരു ഗേറ്റും സ്റ്റെയറും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്ത് നമുക്കിങ്ങനെ ഒരു ബാൽക്കണി സ്പേസും കാണാൻ സാധിക്കും. ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില 78 ലക്ഷം രൂപയാണ്. ലയോള സ്കൂളിന് തൊട്ടടുത്താണ്. അതുപോലെ ഇവിടെ നമുക്ക് പെട്ടെന്ന് തന്നെ ആക്കുളം കയറാം, ശ്രീകാര്യം കയറാം. ശ്രീകാര്യം ബേസ് ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളിലേക്ക്, മെഡിക്കൽ കോളേജ്, അങ്ങോട്ടേക്ക് നമുക്ക് പെട്ടെന്ന് പോകാൻ സാധിക്കും. അതുപോലെ തന്നെ ആക്കുളം കയറാമെന്നുള്ളതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഇടത്തോട്ട് പോയ ലുലു മാളും വലത്തോട്ട് പോയ ടെക്നോ പാർക്ക്, IT കമ്പനികളിലേക്കൊക്കെ പെട്ടെന്ന് പോകാൻ പറ്റുന്ന ലൊക്കേഷനാണ്. 2 പാർട്ടിയൊക്കെയായിട്ട് വാടകയ്ക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും കൊടുക്കാൻ പറ്റുന്ന ഒരു വീടാണ്. താല്പര്യമുള്ളൊരു നേരിട്ട് ഉടമയെ വിളിച്ച് ഡീലായിക്കോ. ഉദ്ദേശിക്കുന്ന വില 78 ലക്ഷം രൂപയാണ്. 4 സെൻറ്റിൽ 2100 സ്ക്വയർ ഫീറ്റിന് മേളിലേക്ക് വരുന്നൊരു വീടാണ്. ഉദ്ദേശിക്കുന്ന വില 78 ലക്ഷം രൂപയാണ്. നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്.